ഓവൽ ടെസ്റ്റിലെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സൂചനയും ഇതുവരെയില്ല. അടിച്ചും തിരിച്ചടിച്ചും എറിഞ്ഞിട്ടും ഇന്ത്യയും ഇംഗ്ലണ്ടും കട്ടയ്ക്ക് നിൽക്കുമ്പോൾ അഞ്ചാം ടെസ്റ്റ് ആവേശക്കൊടുമുടി കയറുകയാണ്. വില്ലനായി മഴയുടെ സാന്നിധ്യമുള്ളതാണ് ഇരു ടീമുകൾക്കും ആശങ്ക പകരുന്നത്. ഒന്നാം ഇന്നിങ്സിൽ ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തെയും 224 റൺസിൽ ഒതുക്കിയ ഇംഗ്ലണ്ട് കളിയിൽ മേധാവിത്വം സ്ഥാപിക്കുമെന്ന് തോന്നിയപ്പോൾ അതേ നാണയത്തിൽ ഇന്ത്യൻ ബോളർമാരും തിരിച്ചടിച്ചതോടെയാണ് മത്സരത്തിൻ്റെ സ്വഭാവം മാറിമറിഞ്ഞത്. മഴയെ തുടർന്ന് പിച്ചിലെ ഈർപ്പം മുതലെടുത്ത് ഇംഗ്ലണ്ട് ബോളർമാർ പന്തെറിഞ്ഞപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ വിറച്ചു. 224 റൺസിന് ഇന്നിങ്സ് അവസാനിപ്പിക്കുകയും ചെയ്തു. അതിവേഗം സ്കോർ പടുത്തുയർത്തിയെന്ന ലക്ഷ്യമായിരുന്നു പിന്നാലെ ക്രീസിലെത്തിയ ഇംഗ്ലണ്ടിനുണ്ടായിരുന്നത്. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസിൻ്റെ ഉത്തരവാദിത്തമേറ്റെടുത്ത മുഹമ്മദ് സിറാജിൻ്റെ ആദ്യ ഓവറിൽ തന്നെ 8 റൺസ് അടിച്ച് ഇംഗ്ലണ്ട് നയം വ്യക്തമാക്കിയിരുന്നു. ബാസ്ബോൾ ശൈലിയിൽ ഇംഗ്ലണ്ട് ഓപ്പണർമാരായ സാക് ക്രോളിയും ബെൻ ഡക്കറ്റും ബാറ്റ് വീശിയതോടെ ഇന്ത്യൻ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഏകദിന ശൈലിയിൽ ഇരുവരും ബാറ്റ് വീശി. പന്ത് തുടർച്ചയായി ബൗണ്ടറി ലൈൻ തൊട്ടതോടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു. 7-ാം ഓവറിൽ ഇംഗ്ലണ്ട് 50 കടന്നു. ഇതോടെ ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ ഒരു ടീം അതിവേഗം 50 കടക്കുന്നതിൻ്റെ റെക്കോർഡിനൊപ്പം എത്താൻ ഇംഗ്ലണ്ടിനായി. തകർത്തടിച്ച സാക് ക്രോളിയും ഡക്കറ്റും ചേർന്ന് 12.5 ഓവറിൽ 92 റൺസിലെത്തി. പിച്ചിൻ്റെ ഈർപ്പത്തിൽ ഇംഗ്ലണ്ട് പേസർമാർ മികച്ച പേസും സ്വിങ്ങും കണ്ടെത്തിയപ്പോഴാണ് ഇന്ത്യൻ ബോളർമാരെ ഇംഗ്ലണ്ട് ഓപ്പണർമാർ കടന്നാക്രമിക്കുന്ന കാഴ്ച ഓവലിൽ കണ്ടത്. എന്നാൽ ഈ കുതിപ്പ് അധികം നീണ്ടു നിന്നില്ല. ആത്മവിശ്വാസത്തിൻ്റെ നിറയിൽ നിൽക്കെ ഡക്കറ്റിന് പിഴച്ചു. 13-ാം ഓവറിൽ ആകാശദീപിനെ റിവേഴ്സ് സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമം പാളി. ഡക്കറ്റ് വീണെങ്കിലും പിന്നാലെ എത്തിയ ഓലി പോപ്പ് അതേ മൂഡിൽ തന്നെയായിരുന്നു. എന്നാൽ ലഞ്ചിനു ശേഷം കളിയുടെ നിയന്ത്രണം ഇന്ത്യൻ ബോളർമാർ പിടിച്ചെടുക്കുകയായിരുന്നു. 57 പന്തിൽ 67 റൺസുമായി സാം ക്രോളിയും പുറത്തായതോടെ ഇംഗ്ലണ്ടിൻ്റെ പതനം ആരംഭിച്ചു. ജോ റൂട്ടും ബ്രൂക്കും ചേർന്ന് ഇംഗ്ലണ്ടിനെ 150 കടത്തിയെങ്കിലും വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും 4 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി കളി ഇന്ത്യൻ വരുതിയിലാക്കി. 45 റൺസ് എടുക്കുന്നതിനിടെ ഇംഗ്ലണ്ടിന് അവസാനം 4 വിക്കറ്റുകൾ നഷ്ടമായതോടെയാണ് ഇന്നിങ്സ് 247 റൺസിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. 23 റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് കടവുമായി രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് വീശാനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തിരിച്ചടിയോടെയായിരുന്നു. 28 പന്തിൽ 7 റൺസുമായി KL രാഹുലും 11 റൺസുമായി സായി സുദർശനും കൂടാരം കയറിയെങ്കിലും സാക് ക്രോളിയും ബെൻ ഡക്കറ്റും ബാറ്റ് വീശിയ അതേ മാതൃകയിൽ യശസ്വി ജയ്സ്വാൾ തിരിച്ചടിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിക്ക് ഒരിക്കൽ കൂടി അതേ മാതൃകയിൽ ഇന്ത്യൻ നിരയിൽ നിന്ന് അവർക്ക് തിരിച്ചടി ലഭിച്ചു. 7 ഫോറുകളും 2 സിക്സറുകളും സ്വന്തമാക്കി 49 പന്തിൽ നിന്ന് 51 റൺസുമായിട്ടാണ് രണ്ടാം ദിവസം ജയ്സ്വാൾ കളി നിർത്തിയത്. രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. മത്സരം അവസാനിക്കാൻ ഇനിയും ദിവസങ്ങളുള്ളതിനാൽ ഇംഗ്ലണ്ടിന് മുന്നിൽ വലിയൊരു സ്കോർ പടുത്തുയർത്തണം. മഴയുടെ ഭീഷണിയിലും വിക്കറ്റ് നഷ്ടപ്പെടാതെ മികച്ച സ്കോർ പടുത്തുയർത്തിയാൽ മാത്രമാവും പ്രതീക്ഷ. ഋഷഭ് പന്തിൻ്റെ അസാന്നിധ്യം ഈ ബാറ്റിംഗ് നിരയെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യം നികത്താൻ ശുഭ്മാൻ ഗില്ലിന് സാധിക്കണം. കരുൺ നായർക്ക് ഒരു പക്ഷേ ഇത് അവസാന പരീക്ഷയായിരിക്കും. അതിനാൽ ഈ പരീക്ഷയിൽ വിജയിച്ചാൽ തിരികെ നോക്കേണ്ടി വരില്ല. ഇക്കാര്യം വ്യക്തമായി അറിയാവുന്ന കരുണിൽ നിന്ന് മികച്ച ഇന്നിങ്സാവും കാണാനാകുക. രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും 4-ാം ടെസ്റ്റിൽ പുറത്തെടുത്ത ഇന്നിങ്സ് ആവർത്തിക്കുകയും വേണം. ടീം ഇന്ത്യ എത്ര വലിയ സ്കോർ പടുത്തുയർത്തിയാലും ബാസ്ബോൾ ശൈലിയിൽ തിരിച്ചടിക്കുമെന്നാണ് ഒന്നാം ഇന്നിങ്സിലൂടെ ഇംഗ്ലണ്ട് വ്യക്തമാക്കി തരുന്നത്. 4 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കിയെങ്കിലും മുഹമ്മദ് സിറാജ് 16.2 ഓവറിൽ 86 റൺസ് വഴങ്ങിയപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ 16 ഓവറിൽ 62 റൺസാണ് വിട്ടു നൽകിയത്. ഇംഗ്ലണ്ട് ബാറ്റർമാരുടെ ആക്രമണശൈലി വ്യക്തമാക്കുന്നതാണ് ഈ സ്കോർ. അതിനാൽ തന്നെ മികച്ച ഇന്നിങ്സ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് പടുത്തുയർത്തേണ്ടതുണ്ട്. അതേസമയം ക്രിസ് വോക്സിൻ്റെ പരിക്ക് ഇംഗ്ലണ്ടിന് തലവേദനയും ഇന്ത്യക്ക് ആശ്വാസവുമാകുന്നുണ്ട്. വോക്സ് കളിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഇംഗ്ലണ്ട് ബോർഡ് അറിയിച്ചു കഴിഞ്ഞു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.